ഹലോ, സാമ്പാർ ഉണ്ടാക്കാൻ പച്ചക്കറി വേണമെന്നില്ല കേട്ടോ. 2 സവാളയും 2 തക്കാളിയും കുറച്ച് സാമ്പാർ പരിപ്പും ഉണ്ടെങ്കിൽ സംഭവം റെഡി ആട്ടോ. ആദ്യം തന്നെ പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. ഈ സമയം ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും 2 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് വേണമെന്നില്ല, ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ വഴറ്റുന്ന കൂട്ടിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരടപ്പ് വെച്ച് അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇത് വേവുന്ന സമയം കൊണ്ട് കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നീളത്തിലരിഞ്ഞ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി മസാലയൊക്കെ ഇട്ട് അതിനകത്തേക്ക് കോക്കയിട്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും സാമ്പാറിന്റെ കൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി അതിനകത്തേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കണം. പരിപ്പിന്റെ വെള്ളം ഉള്ളത് കൊണ്ട് വേറെ വെള്ളം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. തിള വരുമ്പം കുറച്ച് കായ്പ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഈസി സാമ്പാർ റെഡി ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.